മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഇനി പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ വിവാദമാകുന്ന ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് എംഎൽഎ കൂടിയായ മാത്യു കുഴൽനാടൻ. പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു എന്ന് ആരോപിക്കുന്ന ഒരു ശബ്ദരേഖയാണ് പുറത്തുവിടുന്നത്. നേരത്തെ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ്. മാത്യു ടി തോമസിന് ഇതിൽ പങ്കുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നു എന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. ആദ്യം ആ ശബ്ദരേഖ കേട്ടു. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്യക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്തത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഈ ഇതിന്റെ വെള്ളം തുറക്കണ്ടേ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി എം പി ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറേയില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റിൽ നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കേണ്ടത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്ട് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിനെ മുഴുവൻ വയ്ക്കുക. ആ കരാറുകാരനാണ് ഇവർ വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പും അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിങ്ങളുടെ കമ്മിറ്റി വന്നാൽ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു. കമ്മിറ്റി ഇപ്പൊ നാണൂട്ടം പറഞ്ഞല്ലേ വിളിക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് ദിവസം വലിയ ചർച്ചയാവുന്ന ശബ്ദരേഖയാണ് പുറത്തുവരുന്നത്. കുഴൽനാടന്റെ ആരോപണങ്ങൾ അങ്ങനെയാണ്. മനുഷ്യനിർമ്മിതമാണ് കേരളത്തിലെ പ്രളയമെന്ന ആക്ഷേപം പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചതാണ്. അതിന് സമാനമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങളാണ് ഈ ശബ്ദരേഖയിലൂടെ പുറത്തുവരികയും ചെയ്യുന്നത്. എന്തായാലും കോടികളുടെ മോഹം കൊണ്ടാണ് സംസ്ഥാനത്തെ ഈ തരത്തിൽ പ്രളയത്തിൽ മുക്കിയതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രളയമുണ്ടായി, വെള്ളം വന്നു ശരിയാണ്. പക്ഷേ ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ കാര്യം ഇനി അതല്ല
മറിച്ചാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ. ഇപ്പോ ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല. അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരുപക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ സ്വരം പരിചയമുണ്ടാകില്ല. ഈ വോയിസ് ക്ലിപ്പ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ അറിയാവുന്ന, അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള ആർക്ക് കേട്ടാലും അത് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് മനസ്സിലാവും. പ്രളയം കൊണ്ട് തകർന്ന നാടാണ് കേരളം. ആ തകർത്തതിലൊരു ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഈ സർക്കാരിന്റെ അഴിമതിക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി അവരുടെ മറുപടി വന്നതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. മാത്യു കുഴൽനാടന്റെ ആരോപണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ ആരോപണം അതേസമയം കൃഷ്ണൻകുട്ടി നിഷേധിച്ചിരിക്കുകയാണ്. ഇത് AI ഓഡിയോയാണ്, തന്റെ ശബ്ദമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. സംസ്ഥാനത്ത് തീവ്രമായ മഴയുണ്ടായതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത് എന്നത് നേരത്തെ ഏജൻസികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുമാണ് ഇക്കാര്യത്തിൽ കെ കൃഷ്ണൻകുട്ടിയുടെ വാദം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ആക്ഷേപമാണ്. മനുഷ്യനിർമ്മിതമാണ് പ്രളയം എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. കേരളം അത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇതാ ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി, അന്ന് മന്ത്രിസഭാംഗമല്ലായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം MLA ആയിരുന്നു, കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹം സ്വന്തം പാർട്ടിയിലെ ഒരു മന്ത്രിക്കെതിരെ കൂടിയാണ് ഈ ആരോപണം അന്ന് ഉന്നയിച്ചത്. ഇത് ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഏറ്റെടുക്കാൻ പോകുന്നത്? കെ കൃഷ്ണൻകുട്ടി ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സജിത്ത്, എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് മാത്യു കുഴൽനാടന്റെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശം അത് AI ആണെന്ന് എത്രമാത്രം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. മാത്യു കുഴൽനാടൻ പറയുന്നതനുസരിച്ച്, അതായത് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നതനുസരിച്ച് 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണുള്ളത്. അതിലൊന്ന്, തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിപ്പിച്ചത് കരിമണൽ കമ്പനിയായ മേരി മാത കൺസ്ട്രക്ഷന് വേണ്ടിയാണ്. അതിനുവേണ്ടി മാത്യു ടി തോമസും ജോഷി എന്ന ചീഫ് എഞ്ചിനീയറും കൂടിയാലോചന നടത്തി. മറ്റൊന്ന്, മണിയാറിൽ നിന്നും വൈദ്യുതി എടുത്തത് സ്വകാര്യ കമ്പനിക്കാണ്. ഇവർക്ക് വേണ്ടി അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കുവാൻ നിയമവിരുദ്ധമായി ചീഫ് എഞ്ചിനീയർ അനുമതി നൽകി. ഇതിലൂടെ 8 കോടി രൂപയുടെ ലാഭമാണ് മന്ത്രി ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കാൻ സമയമെടുത്തത് കൊണ്ട് തന്നെയാണ് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം മുങ്ങിയതും അവിടെ പ്രളയമുണ്ടാകാൻ കാരണം ഇതാണ്. അതോടൊപ്പം മൂന്നാമത്തെ ആരോപണം, പറമ്പിക്കുളം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിടാമായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനി അവിടെ പണികൾ നടക്കുന്നതിനാൽ ആ നിർമ്മാണം തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വെള്ളം കേരളത്തിലേക്ക് ഒഴുക്കിവിട്ടു. കരാറുകാരനും ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോഷി തമ്മിലുള്ള കോടികളുടെ ഇടപാടാണ് അവിടെ നടന്നത്. ഇതോടെയാണ് പെരിങ്ങൽകുത്ത് വഴി ചാലക്കുടി പുഴയിലേക്ക് ജലമൊഴുകിയതും ചാലക്കുടി ഉൾപ്പെടെയുള്ള ആലുവ, കളമശ്ശേരി, ചാലക്കുടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം നിറയാനും ആളുകൾ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കാനും കാരണം ഇതാണ്. തമിഴ്നാട്ടിലെ ഒരു കരാറുകാരനുമായിട്ടുള്ള ഇടപാടാണ്. അങ്ങനെ 3 ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ പ്രളയം, 2018 പ്രളയം, അത് മനുഷ്യനിർമ്മിതിയായിരുന്നു. ജനങ്ങളെ മുക്കിക്കൊല്ലുവാനായി അന്നത്തെ മന്ത്രിയായ മാത്യു ടി തോമസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. സജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ ഉന്നയിക്കുന്നത്. അങ്ങനെ 2018 പ്രളയം മനുഷ്യനിർമ്മിതിയാണെന്ന ഒരു ആരോപണം അന്ന് നിലനിന്നിരുന്നു. പക്ഷെ അത് വീണ്ടും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉയരുമ്പോൾ അതിലേറെ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. അതിൽ വലിയൊരു അന്വേഷണം ആവശ്യമാണ്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വീഴ്ചകൾ, അതായത് കോടികൾ പണം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവൃത്തിയാണ് മാത്യു ടി തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ തന്നെ ഒരു ഉന്നതനായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി പറയുമ്പോൾ അതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഈ ആരോപണങ്ങളൊക്കെ എത്രമാത്രം ഫലം ചെയ്യും, അല്ലോ ഇതൊരു ആരോപണമായി തന്നെ തള്ളിക്കളയാനാണോ ജനങ്ങൾ തീരുമാനിക്കുക, ഇതെല്ലാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അറിയാൻ കഴിയും. പ്രതിപക്ഷം അടക്കം ഇതിനെ വലിയ ആയുധമാക്കി എടുക്കുകയാണ്. പക്ഷേ മന്ത്രി P. രാജീവ് ഇതിനെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം
പറഞ്ഞത് മാത്യു കുഴൽനാടനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. കാരണം ഇതിനു മുൻപ് സർക്കാരിനെതിരെ കൊണ്ടുവന്ന പല ആരോപണങ്ങളും സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് വെറുതെ മാത്യു കുഴൽനാടിന്റെ ഒരു ജൽപ്പനമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്ന ഇത് കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ സന്ദേശമാണ്. അതിൽ എത്രമാത്രം ആധികാരികതയുണ്ടെന്ന് പരിശോധിക്കുക തന്നെ വേണം. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. മറ്റൊന്ന്, ഇതെപ്പോൾ പറഞ്ഞു, ആരോടാണ് പറഞ്ഞത് എന്നീ കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരിക്കേണ്ട സാഹചര്യവുമുണ്ട്. ഈ പാർട്ടി അടക്കം ഇതിനെ ന്യായീകരിക്കുന്നത് അവരുടെ പാർട്ടിയിൽ തന്നെ ഈ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും തമ്മിലുള്ള മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഒരു തർക്കം നിലനിന്നിരുന്നു. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഓഡിയോ ആണ്, അല്ലെങ്കിൽ അതൊരു കെട്ടുകഥയാണെന്നാണ് ഈ മാത്യു ടി തോമസിന്റെ പക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഇതാണ് ഈ തരത്തിലാണ് ഉണ്ടാവുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് ഇത്തരമൊരു ആക്ഷേപം ഉണ്ടാവുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യത്തിൽ കൃഷ്ണൻകുട്ടി ശബ്ദരേഖയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജിയടക്കം വേണ്ടി വരുന്ന വിഷയമാണെന്നും UDF അധികാരത്തിൽ വന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നുമാണ് KC വേണുഗോപാൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കേരളത്തില് കൃത്രിമ പ്രളയമുണ്ടാക്കാൻ ഡാമുകൾ അന്ന് വന്ന ചോദ്യമാണിത്. ഇത് പുതുതായ ചോദ്യമല്ല. അന്ന് പ്രളയമുണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം വന്നതും ഉന്നയിക്കപ്പെട്ടതുമാണ്. ആ പ്രളയകാലത്തെ ചിത്രങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരുടെയും മുന്നിലുണ്ട്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ട മനുഷ്യൻ വെള്ളത്തിലിരുന്ന് നീന്തുന്നതും രക്ഷപ്പെടുത്താൻ പോകുന്നതും, നമ്മുടെ മത്സ്യത്തൊഴിലാളികളടക്കം അവസാനം എല്ലാവരെയും പോയി ഇന്ത്യൻ സൈന്യമായി മാറിയതൊക്കെ തന്നെ എല്ലാവരും ചിത്രീകരിക്കുന്ന പോലെ. അപ്പൊ പ്രളയമുണ്ടാക്കിയത് കൃത്രിമമായിട്ടാണെന്നൊരു മന്ത്രിയുടെ വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞു, സമാധാനം വേണം കേരളത്തോട്. കാരണം തങ്ങളുടെ ഗവൺമെന്റ് കൃത്രിമ പ്രളയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഡാമുകൾ അടച്ചിട്ടു എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവതരമായ ആരോപണമാണ്. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇനി രാജിവെക്കണം എന്ന് പറഞ്ഞ അർത്ഥമില്ല. മറ്റൊരു സാഹചര്യമാണെങ്കിൽ ഇപ്പൊ രാജിവെക്കേണ്ടി വരുമായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ അപകടത്തിലേക്ക് നയിച്ച ഒരു തീരുമാനം എടുത്ത ഗവൺമെന്റ്. എന്തായാലും സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്ന ഒരു നീക്കമായി കൂടി ഇത് മാറുകയാണ്. എന്തായാലും കെ കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ വലിയ തുടർ ചർച്ചകൾക്കിടവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.